മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ ആനന്ദത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 84 സങ്കീർത്തനം 12 തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ ഭാഗ്യം ഇരിക്കുന്നത് ഈ ലോകത്തിലെ ലോക വസ്തുക്കളിലല്ല, ദൈവമായ കർത്താവിലാണ്. ആരെല്ലാം പരിശുദ്ധാത്മാവിനോടുള്ള ആശ്രയത്വത്തിൽ വളരുന്നുവോ അവരുടെ ജീവിതങ്ങളെല്ലാം ഭാഗ്യപ്പെട്ട ജീവിതങ്ങളാണെന്ന് വിശുദ്ധ വചനം പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ സഹോദര സഹോദരി, ഈ വചനത്തിൽ നീ പൂർണ്ണമായും വിശ്വസിക്കുക. ആരെല്ലാം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നുവോ അവരെല്ലാം ഭാഗ്യപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ആത്മാവ് സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലത്തിനും അധിയായവനാണ്. അവിടത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ അല്പസമയം പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവാണ്. ഒരു നിമിഷം നമ്മളായിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം വഴി ഈ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ, ദേശാന്തരങ്ങൾ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യേ വരണമേ, ഞങ്ങളുടെ മധ്യേ വരണമേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തിരുവചന സത്യങ്ങളെ നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, തലമുറകൾ അഭിഷേകം ചെയ്യണമേ, സമർപ്പിത സമൂഹങ്ങളെ വിശുദ്ധീകരിക്കണമേ, ദേശാന്തരങ്ങൾ ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, റൂഹായേ നന്ദി. കരമടിച്ച് കരഘോഷത്തോടെ എല്ലാം മറന്ന് പാടി ആരാധിക്കുക. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുന്ന സമയമാണിത്. സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം. നമ്മുടെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ, പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് എല്ലാം മറന്ന് പാടി ആരാധിക്കുക. ആത്മാവിന്റെ ശക്തി അത് ഉയരത്തിലെ ശക്തിയാണ്. അതെല്ലാ ശക്തികളെക്കാൾ ഉപരിയാണ്. ഈ ശക്തിയിൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മ ശക്തി നിറയാൻ? ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കേ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിവർത്തിക്കണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം
ലോകം മുഴുവൻ കത്തി പടരട്ടെ. പരിശുദ്ധാത്മാവേ വരിക വരിക, ജനലക്ഷങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് കത്തി പടരുക. പരിശുദ്ധാത്മാവേ, സഭയിൽ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എല്ലാവരും ചേർന്ന് കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. അഭിഷേക തീ കത്തട്ടെ. സഭ മുഴുവൻ, ശുശ്രൂഷകളിൽ മുഴുവൻ കത്തിപ്പടരട്ടെ. എല്ലാ ജനപദങ്ങളിലും, ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. സകല ജനതകളിലും ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. കുടുംബം മുഴുവൻ കത്തിപ്പടരട്ടെ. കുടുംബം മുഴുവൻ കത്തിപ്പടരട്ടെ. രാജ്യം മുഴുവൻ കത്തിപ്പടരട്ടെ. രാജ്യം മുഴുവൻ കത്തിപ്പടരട്ടെ. രാജ്യം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹൃദയം തുറന്ന് സർവശക്തിയോടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക വരിക. ഇന്നത്തെ ശുശ്രൂഷകളിൽ വന്ന് നിറയുക. ഓരോ ശുശ്രൂഷ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുക. ഈ സ്തുതി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവേ ശക്തിയോടെ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേക തീ തരണമേ. കൃപയുടെ നിറവ് നൽകണമേ. വചന ശക്തി നൽകണമേ. കൃപാവരങ്ങളുടെ പകർച്ച നൽകണമേ. പരിശുദ്ധാത്മാവേ വരിക വരിക വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൈശാചിക കെട്ടുകൾ പൊട്ടട്ടെ. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ തകരട്ടെ. അന്ധകാരാധിപത്യ അധികാര ശക്തികൾ നിർവീര്യമാകട്ടെ. ഞങ്ങളെ അസ്വസ്ഥമാക്കുന്ന, ഞങ്ങളെ പല വിധത്തിലും മലിനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളുടെ നാശം കൊതിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും പരിശുദ്ധാത്മ ശക്തിയാൽ ചിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തരായ ദൂതന്മാരെ, നിങ്ങളുടെ സാന്നിധ്യവും ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകണമേ. മുഖ്യദൂതരായ വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റാഫയേലേ, നിങ്ങളുടെ ശുശ്രൂഷയുടെ കരങ്ങൾ നീട്ടിത്തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ഇന്നത്തെ ശുശ്രൂഷകളിൽ നിറയണമേ. ഞങ്ങൾ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ. ദൈവരാജ്യത്തിന്റെ വേലകൾക്കായി ഞങ്ങൾ അധികമായ അളവിൽ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ സമർപ്പിത സമൂഹങ്ങൾ അഭിഷേകം ചെയ്യണമേ. തിരുസഭ മുഴുവനെയും അഭിഷേക ശക്തിയാൽ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നന്ദി, നന്ദി, നന്ദി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, തിരുസഭയുടെ നാഥയുമായ പരിശുദ്ധ കന്യകാമാതാവേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്കായി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ആശ്രയത്വത്തിൻ്റെ ജീവിതമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തിലാണ് യഥാർത്ഥത്തിൽ ആശ്രയിക്കേണ്ടത്? ലോകത്തിൻ്റെ സംവിധാനങ്ങളിലാണോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. ജോലി, ബിസിനസ്, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ, സുഖസൗകര്യങ്ങൾ, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ കഴിവുകൾ എന്ന് വേണ്ട ഒരുപാട് നന്മകളാൽ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ നന്മകളിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. നമ്മുടെ ആശ്രയത്വം മാറിപ്പോകരുത്. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും, നമ്മൾ എന്തുമാത്രം ഉയർച്ച പ്രാപിച്ചവരാണെങ്കിലും, നമ്മൾ എന്തുമാത്രം തളർന്ന ഒരവസ്ഥയിലാണെങ്കിലും, നമ്മുടെ ആശ്രയത്വം പരിശുദ്ധാത്മാവിൽ മാത്രമായിരിക്കണം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും
എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമുക്ക് തരുന്ന ആലോചന? വളരെ ശക്തമായ വചനമാണിത്. അനേകരുടെ ജീവിതങ്ങളിൽ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബാബിലോണിലേക്ക് ആളയക്കുകയും സകല പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. എത്ര സുന്ദരമായൊരു വാഗ്ദാനമാണിത്. ആരെല്ലാം പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നുവോ, ആരെല്ലാം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നുവോ, ആരെല്ലാം പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നുവോ അവർക്ക് സ്വർഗം നൽകുന്ന വാഗ്ദാനമാണിത്. സകല പ്രതിബന്ധങ്ങളും തകർക്കും. സക്രിയ പ്രവചനം 4-ാം അധ്യായം 6-ാം വചനത്തിലോട്ട് വരിക. അവിടെ എന്താണ് ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നത്? കർത്താവ് സെരുബാബേലിനോട് സംസാരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പേര് ചൊല്ലി കർത്താവ് നമ്മോട് സംസാരിക്കുക. സൈന്യബലത്താലുമല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ് ഞാൻ എല്ലാം നിർവഹിക്കുന്നത്. നമ്മൾ ആരും ഈ വചനം മറന്നു പോകരുത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ദൈവരാജ്യത്തിന് വേലകൾ തുറന്നു പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയോടെ ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് കാര്യങ്ങളെല്ലാം കർത്താവ് ക്രമപ്പെടുത്തുന്നത്. സൈന്യബലത്താലല്ല, പൊളിറ്റിക്കൽ പവറോ മണി പവറോ ബ്രെയിൻ പവറോ മസിൽ പവറോ ഒന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഈ ശക്തിയാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, ഈ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള അസാധ്യതകൾ സാധ്യതകളായിട്ട് മാറും. ഒരു സാധ്യത ഇല്ലാത്തിടത്ത് നമുക്ക് വേണ്ടി സാധ്യതകൾ പരിശുദ്ധാത്മാവ് തുറന്നു തരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിനെക്കുറിച്ച് ആകുലചിത്തരാകരുത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ സകല പ്രതിബന്ധങ്ങളും പടപടാ എന്ന് ഈ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോകാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കൊക്കെ ഒരു തീർപ്പുണ്ടാകും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹം പ്രാപിക്കും. നമ്മുടെ കണ്ണുനീരുകൾ ആനന്ദമായിട്ട് മാറും. നമ്മുടെ തകർച്ചകൾ ഉയർച്ചകളാകും. നമ്മുടെ ജീവിതം വലിയ പ്രത്യാശ കൊണ്ട് നിറയപ്പെടും. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-ാമത്തെ വചനം ഈ സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ആരെല്ലാം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നുവോ അവർ കഴുകന്മാരെ പോലെ, ആ വാക്ക് നിങ്ങൾ മറക്കരുത്, കോഴികളെ പോലെയല്ല, താറാവുകളെ പോലെയല്ല, മറ്റ് പക്ഷികളെ പോലെയല്ല, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എന്താണ് കഴുകന്റെ പ്രത്യേകത? ശക്തമായ കൊടുങ്കാറ്റ് വീശുകയാണ്. ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് മറ്റ് പക്ഷികളെല്ലാം വാടി തളരുകയാണ്. കൊടുങ്കാറ്റിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് മറ്റ് പക്ഷികൾക്കില്ല. ഈ കാറ്റിൽ ഒലഞ്ഞുകൊണ്ട് അതിനതിജീവിക്കാൻ കഴിയാതെ മറ്റ് പക്ഷികളെല്ലാം തളർന്ന് അവർ താഴെ വീഴുന്നു. പല പക്ഷികളും വീണുപോകുന്നു. എന്നാൽ കഴുകിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കൊടുങ്കാറ്റിൻ്റെ മുകളിലേക്ക് അത് പറന്ന് താഴെ അടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റ് കണ്ട് കഴുകൻ ചിരിക്കുകയാണ്. കൊടുങ്കാറ്റുകളെ കഴുകന് ഭയമില്ല. കാരണം അതിൻ്റെ മുകളിലൂടെ പറക്കുവാനുള്ള പവർ കഴുകനുണ്ട്. ഇതുപോലെ ആരെല്ലാം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നുവോ അവരെ പ്രതിസന്ധികളുടെ, പ്രശ്നങ്ങളുടെ, തകർച്ചകളുടെ കൊടുങ്കാറ്റിൽപ്പെട്ട് ആടി ഉലഞ്ഞ് അവരുടെ ജീവിതം തകർന്നു പോവുകയില്ല. അതിനതിജീവിക്കുവാൻ, ഈ പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ, തകർച്ചകളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ആത്മീയ ശക്തി പരിശുദ്ധാത്മാവ് അവർക്ക് പ്രദാനം ചെയ്യും. എത്ര സുന്ദരമായ വാഗ്ദാനമാണ്! ഒരിക്കല് ഒരു ചെറിയ കിളി, ഒരു കൊച്ചു പക്ഷി ഒരു മരത്തിൽ വന്നിരിക്കുകയാണ്. ആ മരത്തിൻ്റെ ഒരു ഉണങ്ങിയ കമ്പിലാണ് ഈ പക്ഷി ഇരിക്കുന്നത്. ഈ കൊച്ചു പക്ഷിയെ കണ്ടപ്പോൾ അവിടെ കൂടി നിന്ന കുട്ടികളൊക്കെ കളിയാക്കി ചിരിച്ചു. ഇപ്പോൾ ഈ കിളി താഴോട്ട് വീഴും.
ആ ഉണക്കക്കമ്പ് ഒടിഞ്ഞ് ഇപ്പോൾ ഈ കിളി താഴോട്ട് വീഴും. ഈ കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ ഈ കൊച്ചു കിളിയോട് പറഞ്ഞു, എൻ്റെ കൊച്ചു കിളി, എന്ത് മണ്ടത്തരമാണ് നീ ചെയ്തിരിക്കുന്നത്? ഈ ഉണക്കക്കമ്പ് ഒടിഞ്ഞ് നീ താഴെ വീഴുകയില്ലേ? ഈ സമയത്ത് ഈ കിളി കുഞ്ഞുങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈ ഉണക്കക്കൊമ്പിലാണ് ഇരിക്കുന്നതെങ്കിലും എൻ്റെ ആശ്രയത്വം ഞാൻ പിടിച്ചിരിക്കുന്നത് ഈ കമ്പിലല്ല. ഈ ഉണക്കക്കമ്പ് ഒടിഞ്ഞ് താഴെ വീണാലും ഞാൻ ചിറകടിച്ച് 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 ഞാൻ പറന്നു പോകും. ഇതൊരു കഥയാണെങ്കിലും ഒരു വലിയ സന്ദേശം ഇതിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ആശ്രയത്വം ഈ ലോകത്തിലെ സംവിധാനങ്ങളിലല്ല, നമ്മുടെ ജോലിയിലല്ല നമ്മുടെ ആശ്രയത്വം, നമ്മുടെ ബിസിനസ്സിലല്ല നമ്മുടെ ആശ്രയത്വം, നമുക്കുള്ള പണത്തിലോ സമ്പത്തിലല്ല നമ്മുടെ ആശ്രയത്വം, നമ്മുടെ സൗന്ദര്യത്തിലോ കഴിവിലല്ല നമ്മുടെ ആശ്രയത്വം, നമ്മുടെ മക്കളുടെ വിദേശ ജോലിയിലല്ല നമ്മുടെ ആശ്രയത്വം, നമ്മുടെ സുഖ സൗകര്യങ്ങളിലല്ല നമ്മുടെ ആശ്രയത്വം, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലായിരിക്കണം. ആരെല്ലാം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നുവോ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കില്ല, നടന്നാൽ തളരുകയില്ല. അവർക്ക് വേണ്ട കരുത്ത് ദൈവത്തിൻ്റെ അരൂപി പ്രദാനം ചെയ്യുമെന്ന് തിരുവെഴുത്ത് ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 24-ാമത്തെ തിരുവചനം വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവനെ നഷ്ടം വരികയില്ല. ഈ വചനം നമ്മൾ ബൈഹാർട്ട് ചെയ്യണം, കാണാതെ പഠിക്കണം. നിങ്ങൾ ഒരു 10-100 പ്രാവശ്യമെങ്കിലും ഈ വചനം അങ്ങ് വിശ്വാസത്തോടെ ആവർത്തിച്ച് ഏറ്റുപറഞ്ഞ് ഈ വചനത്തിന് അഭിഷേകം സ്വീകരിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്നവനെ നഷ്ടം വരികയില്ല. ഞാൻ ഓർക്കുകയാണ്, ഷെക്കേന മീഡിയയുമായിട്ടുള്ള ബന്ധത്തിൽ ഏകദേശം ഒരു 3-3.5 വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് സ്ഥലം കർത്താവ് ഞങ്ങൾക്ക് നൽകി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ഥലം വാങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പലരും എന്നോട് പറയാൻ തുടങ്ങി, എന്ത് മണ്ടത്തരമാണ് ചെയ്തത്, ഇതുപോലത്തെ ഒരു ഭൂമിയാണോ വാങ്ങിയത്, ഒരു തുള്ളി വെള്ളം അവിടെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. കാരണം പാറക്കെട്ടുകളാണ് ആ മണ്ണിൻ്റെ അടിയിൽ. ആ പ്രദേശത്തുള്ള പലർക്കും വെള്ളമില്ല. അതുകൊണ്ട് വലിയ മണ്ടത്തരമാണ് ചെയ്തതെന്ന് പറഞ്ഞ് പലരും കളിയാക്കാനും കുറ്റപ്പെടുത്താനും തുടങ്ങി. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, കർത്താവ് അവകാശമായി തന്ന ഭൂമിയാണത്. ആ മണ്ണിൽ പരിശുദ്ധാത്മാവിന് ചില പദ്ധതികളുണ്ട്. ദൈവവചനത്തിൽ പൂർണ്ണമായ ഹൃദയം ഉറപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാളുകൾ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ ഓർക്കുകയാണ്, ഒരു സന്ധ്യാസമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചു ആ മണ്ണിൽ പോയി പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ ഒരു 6-6:30 മണി സമയമായിട്ടുണ്ട്. സന്ധ്യാസമയത്ത് ആ മണ്ണിലേക്ക്, മീഡിയ സെൻറ്റർ ഇപ്പോൾ നിൽക്കുന്ന ആ മണ്ണിലേക്ക് വന്ന് ഞങ്ങൾ ആത്മാവിനെ വിളിച്ച് അങ്ങ് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവെ വരണമേ, പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായൊരു വിഷൻ ഹോളി സ്പിരിറ്റ് കാണിച്ചു തരാണ്. ഒരു തീപ്പൊരി. ആ തീപ്പൊരി ഇങ്ങനെ പോയി ഇപ്പോൾ ഞങ്ങളുടെ മീഡിയ കോംപ്ലക്സ് നിൽക്കുന്നതിൻ്റെ അറ്റത്ത് അവിടെയാണ് കിണർ. ആ സ്ഥാനത്ത് പോയി ഈ തീപ്പൊരി പോയി വീഴുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, മകനെ, ഈ സ്ഥലത്ത്, ഇവിടെ ഞാൻ ഈ കാണിച്ചു തന്ന സ്ഥലത്ത് കിണർ കുഴിക്കണം, സമൃദ്ധമായി വെള്ളം തന്ന് ഞാൻ അനുഗ്രഹിക്കും. ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, ആ പൊസിഷൻ മാറിപ്പോകാതിരിക്കാൻ വേഗം ഒരു കമ്പ് വെട്ടി അവിടെ നാട്ടാൻ പറഞ്ഞു. 2 ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അവിടെ കിണർ കുത്തുകയാണ്. കിണർ കുത്തുന്നതിന് സ്പെഷ്യലിസ്റ്റായ ഒരു സഹോദരൻ, ജയൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം കിണർ കുത്താൻ ആരംഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4.5 കോല് കുത്തുമ്പോഴേക്കും നിങ്ങൾ ചെയ്തിരിക്കുന്ന ചുറ്റുമുള്ള സ്ഥലത്തെല്ലാം വെള്ളമില്ലാതെ പാറയായിട്ട് വളരെ കഷ്ടപ്പെടുകയാണ് അനേകർ. 4.5 കോലാകുമ്പോഴേക്കും ആ കിണറിൻ്റെ പ്രത്യേകത, അതിന് ചുറ്റും ഉറവകളാണ്. 2-3 ഉറവ എന്നൊക്കെ പറഞ്ഞാൽ ഈ അരയുടെ മോട്ടർ വെച്ച് അടിക്കുമ്പോൾ
വെള്ളം വരുന്നത് പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കിണർ കുത്തുന്ന സഹോദരൻ പറഞ്ഞു, ഞാൻ അനേകം കിണർ കുഴിച്ചിട്ടുണ്ട്, ഇതുപോലൊരു കിണർ ഇതുവരെ കുഴിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഈ വെള്ളമൊക്കെ അടിച്ച് പറ്റിക്കണ്ടേ. 5-ന്റെ 2 ഇഞ്ചൻ കൊണ്ടുവന്ന് ഈ വെള്ളങ്ങൾ അടിച്ച് പറ്റിക്കും. ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൽ വീണ്ടും കുഴിക്കും. അങ്ങനെ കുഴിച്ച് ഏകദേശം ഒരു 9 കോല് കുഴിച്ചു. കഴിഞ്ഞ വർഷം അറ്റ വേനൽക്ക് ആ പ്രദേശത്തുള്ള എല്ലാ കിണറുകളും വെള്ളം വറ്റിപ്പോയി. ഇന്ന് 2 ആളുകളുടെ ആഴത്തിലാണ് സമൃദ്ധമായ വെള്ളം തന്ന് പരിശുദ്ധാത്മാവ് ആ മീഡിയ കോംപ്ലക്സിന്, ആ മണ്ണിനെ സമൃദ്ധമായി അങ്ങ് അനുഗ്രഹിക്കുകയാണ്. ഈ വചനം എത്ര അർത്ഥവത്താണ്. ആരെല്ലാം പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നവോ അവർക്ക് നഷ്ടം വരികയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, അതിനുശേഷം കുഴൽ കിണർ കുത്താനായിട്ട്, കാരണം മീഡിയയുടെ പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കൊക്കെ ധാരാളം വെള്ളം വേണം. അപ്പോൾ കുഴൽ കിണർ കുത്താനായിട്ട് പ്ലാൻ ചെയ്തു. ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാനോ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാനോ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാനോ നിന്നില്ല. അവിടെ ഒരു മാനുഷികത കയറി വരികയാണ്. അപ്പോൾ ഈ കിണർ കുത്തിയ ആ പൊസിഷനിൽ പറഞ്ഞു, ഇഷ്ടം പോലെ വെള്ളം ഈ ഏരിയയിലുണ്ട്, അതുകൊണ്ട് ഇതിന് തൊട്ടടുത്ത് തന്നെ കുഴൽ കിണർ കുത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കുഴൽ കിണർ അടിക്കാൻ തുടങ്ങി. 400 അടി അടിച്ചിട്ടും പാറപ്പൊടി വരാന്നല്ലാതെ ഒരു തുള്ളി നനവ് പോലുമില്ല. ഇങ്ങനെ പൊടി ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുക. കുഴൽ കിണർ അടിക്കുന്നവർ പറഞ്ഞു, ഇനി താഴ്ത്തിയുടെ ഒരു പ്രയോജനമില്ല, ഇത് വിരിച്ച പാറയാണ്, തുള്ളി വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശ്രമം പരാജയപ്പെട്ടു. എനിക്ക് വല്ലാത്ത സങ്കടമായി. പരിശുദ്ധാത്മാവിന് എന്ത് പണിയാണ് ചെയ്തത്? ഞങ്ങളങ്ങനെ വീണ്ടും പ്രാർത്ഥന ആരംഭിച്ചു. ചില സമയത്ത് ഇതുപോലെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ആശ്രയത്വം മാറിപ്പോകരുത്. ഒരു ചെറിയ കാര്യത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാൻ നമ്മൾ പഠിക്കണം. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അവിടെയാണ് ആത്മ നടത്തിപ്പുണ്ടാകുന്നത്. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ ടീം മുഴുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, നിങ്ങൾ എന്ത് മണ്ടത്തര ചെയ്തത്? നിങ്ങൾ എന്നോട് ആലോചന ചോദിച്ചു, നിങ്ങൾ എന്നെ ആശ്രയിച്ചു. കിണർ കുത്തുന്ന നേരത്ത് എന്തൊരു പ്രാർത്ഥന ആശ്രയത്തായിരുന്നു. ഞാൻ ഇഷ്ടം പോലെ വെള്ളം തന്ന് അനുഗ്രഹിച്ചപ്പോൾ എന്നോട് ആലോചന ചോദിക്കാതെ, എന്നിൽ ആശ്രയിക്കാതെ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ആ കിണറിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾ കുഴൽ കിണർ കുത്താൻ ആരംഭിച്ചു. ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല, നിങ്ങൾ പരാജയപ്പെട്ടു. ഇനി മുട്ടുമടക്കാൻ പറഞ്ഞു, ആശ്രയിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങ് നിലവിളിക്കാൻ തുടങ്ങി. കാരണം നമ്മുടെ കയ്യിൽ പണമില്ല, സാധ്യതകളില്ല. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് പരിശുദ്ധാത്മാ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന കുഴൽക്കിണർ നിങ്ങളിപ്പോൾ അടിച്ച കുഴൽക്കിണറല്ല, വലിയ കുഴൽക്കിണർ, വലിയ ആശുപത്രികൾക്കൊക്കെ അടിക്കുന്ന ഈ വായവട്ടം കൂടിയിട്ടുള്ള കുഴൽക്കിണറുണ്ട്, എനിക്കതിന് പേരൊന്നും പറയാൻ അറിയത്തില്ല, അതുപോലത്തെ കുഴൽക്കിണർ അടിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മ പറഞ്ഞു, ഇന്ന സ്ഥലത്താണ് അടിക്കേണ്ടത്. വീണ്ടും ആ പൊസിഷൻ കാണിച്ചു തരിക. നമ്മൾ ആശ്രയിക്കുമ്പോൾ എന്തൊരു അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം. നമ്മൾ ആശ്രയിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ, നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ കൃപയാക്കി, അനുഗ്രഹമാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. അങ്ങനെ കുഴൽക്കിണർ അടിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമൃദ്ധമായ വെള്ളം തന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുകയാണ്. അതാണ് സക്രിയ പ്രവചനം നാളെ 6 പഠിപ്പിക്കുന്നത്. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത്, ഞാൻ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞാൻ നിങ്ങളെ കരുതുന്നത്, ഞാൻ നിങ്ങളെ പരിപാലിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ട സകല ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് എൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണെന്ന് കർത്താവ് വ്യക്തമായി ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള വചനം നിങ്ങൾ നോക്കുക. സക്രിയ പ്രവചനം 4-ാം അധ്യായം 7-ാമത്തെ വചനം. അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? മഹാപർവ്വതമേ നീ എന്താണ്? ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. ഇത് അനേകർക്കുള്ള പ്രവചന ദൂതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക. മഹാപർവ്വതമേ നീ എന്താണ്? സെറുബാബേലിന്റെ മുൻപിൽ നീ സമതലമാകും. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വചനം ഏറ്റെടുക്കണം. നമ്മുടെ പേര് ചൊല്ലി പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. ഇന്ന് നമ്മുടെ മുൻപിൽ വലിയ പർവ്വതം കണക്കെ പല പല പ്രതിസന്ധികളുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ പ്രതിസന്ധികളിലേക്ക് നോക്കി ഇനി എന്ത് ചെയ്യും, എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും, എങ്ങനെ കാര്യങ്ങൾ നടക്കും, ഇങ്ങനെയൊക്കെ ആയാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, മക്കളെ കുറിച്ച്,
ഭാവിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, സാമ്പത്തികമായ ബാധ്യതകളെക്കുറിച്ച്, കുടുംബത്തിന് 100 ആവശ്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ട് മനം മടുത്ത് ചിന്തിക്കുന്ന അനേകായിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ പർവ്വതങ്ങളെ കണ്ട് അസ്വസ്ഥപ്പെടുന്ന, ഭയപ്പെടുന്ന, ഭാരപ്പെടുന്നവരെ. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ശക്തമായി നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുകയാണ്. മഹാപർവ്വതമേ നീ എന്താണ്? പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ ഈ പർവ്വതങ്ങൾ എന്തായിട്ട് മാറും? സമതലങ്ങളായിട്ട് മാറും, സമഭൂമിയായിട്ട് മാറും. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് തരുന്ന ഈ പ്രവചന വാക്കിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ സകല പർവ്വതങ്ങളും സമതലങ്ങളാകുമെന്ന്, പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കപ്പെടുമെന്ന്, പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ ഒരു സാധ്യത ഇല്ലാത്തിടത്തും സാധ്യതകൾ തുറക്കപ്പെടുമെന്ന്, പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ സകല മലകളും നിരപ്പാകുമെന്ന്, പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള പിച്ചള വാതിലുകൾ തകർക്കപ്പെടുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കപ്പെടുകയും ചെയ്യുമെന്ന് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നു? ഇപ്രകാരം വിശ്വസിക്കുന്നു മാത്രം സ്വരമുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇത് വെറും വാക്കല്ല. നിങ്ങൾ ഈ വചനത്തിന് ശക്തി ഏറ്റെടുത്തോ. ഇതിനുള്ള ബന്ധത്തിൽ എന്തുമാത്രം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുമെന്നറിയും. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നവർക്ക് നഷ്ടം വരികയില്ല. അവരുടെ ജീവിതം ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ, കൃപയുടെ ജീവിതമാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് നിങ്ങൾ വാ. 4-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. പത്രോസ് ശ്ലീഹായെയും യോഹന്നാൻ ശ്ലീഹായും പിടിച്ച് ജനപ്രമാണികളും പുരോഹിത പ്രമുഖന്മാരും പറഞ്ഞു, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുത്. ഒരു കാരണവശാലും യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുകയോ യേശു നാമത്തിൽ പഠിപ്പിക്കുകയോ ചെയ്യരുത്. അവരാത്മാവിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കണോ നിങ്ങളെ അനുസരിക്കണോ? ഞങ്ങൾ കാണുകയും ഞങ്ങൾ കേൾക്കുകയും ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്ത സത്യങ്ങൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഭീഷണിപ്പെടുത്തി അവർ വിട്ടയക്കുകയാണ്. ഈ വിവരങ്ങൾ സഭയോട് ചെന്ന് പത്രോസും യോഹന്നാനും പങ്കുവയ്ക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സഭാമക്കൾ, ആദിമസഭയിലെ വിശ്വാസികൾ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 24-ാമത്തെ വചനം, അവരേക സ്വരത്തിൽ, അവർ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ അവർ ആശ്രയിച്ച ചരിത്രം നമുക്ക് ഈ വചനത്തിൽ കാണാൻ പറ്റും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ വെല്ലുവിളിയുടെ നടുവിൽ അവർ പൂർണ്ണമായും പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ടു. അവർ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു. അവർ ഹൃദയം നുറുങ്ങി നിലവിളിച്ചു. എന്താ സംഭവിച്ചത്? ആ പ്രാർത്ഥന കൂട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ ബലപ്പെടുത്തുകയാണ്. അവർക്ക് ധൈര്യം കിട്ടുകയാണ്. അവിടെ ആശങ്ക മാറി, അവിടെ ഭയം മാറി, അവിടെ നിരാശ മാറി, മടുപ്പ് മാറി, തളർച്ച മാറി. അവർ ആത്മാവിൽ ബലപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്കും പകരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. കൂടെ കൂടെ വിളിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ തൊഴിൽ മേഖലകളിലേക്ക്, എൻ്റെ സങ്കടങ്ങളിലേക്ക്, എൻ്റെ നൊമ്പരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. ഈ കൊച്ചു പ്രാർത്ഥന നിങ്ങൾ മറക്കരുത്. നമ്മൾ ചോദിക്കുന്നതിനേക്കാളും, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും എത്രയധികമായി നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായും പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുക. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രാർത്ഥനയിൽ ഹൃദയമുയർത്തുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം.
രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ